ഈ ഭൂമിയിൽ ഒരു ജീവിതം മാത്രമല്ല യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ സ്വായത്തമാക്കിയത് മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള പരമാർത്ഥമാക്കപ്പെട്ട സത്യവും ഈ യേശുവിൽ കൂടെ ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ക്രൂശിച്ച ആ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ അവസാനമല്ല, മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന് മനുഷ്യനെ പഠിപ്പിച്ചത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് രാത്രിയിൽ രോഗത്താൽ പിടിക്കപ്പെട്ടിട്ട് മരണഭയത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശത്തിലെ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ള മരണത്തിന്റെ കരാള ഭയത്തിൽ നിന്നും നിനക്ക് വിമോചനം തന്നിട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നിന്റെ പേര് രജിസ്റ്റർ ചെയ്യുവാൻ യേശു ഇന്ന് രാത്രി നിന്റെ മുമ്പാകെ കരം നീട്ടി നിൽക്കുകയാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്നുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ ആഹ്വാനം ഇന്ന് രാത്രി തിരിച്ചറിയുന്ന പ്രിയപ്പെട്ട പിതാവേ, നീ യേശുവിലേക്ക് ജീവിതം സമർപ്പിക്ക്. നിന്റെ മരണത്തിന്റെ അവസ്ഥകൾ, മരണത്തിന്റെ ഭയത്തിന്റെ അവസ്ഥകളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഒരു വിമോചനം തരികയാണ്. ഉറങ്ങാൻ കിടന്നിട്ട് പ്രപഞ്ചം മുഴുവൻ ഉറങ്ങുമ്പോൾ, വീട്ടിലുള്ള ആളുകൾ മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ നിനക്കുറക്കം വരാത്തതിന്റെ കാരണം ഞാൻ മരിച്ചു പോകുമെന്നൊരു ചിന്താഗതിയാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അതേ ജോലി സ്ഥലത്തിലായിരിക്കുമ്പോൾ, പാടത്തും പറമ്പിലും പണിയെടുക്കുമ്പോൾ ഞാൻ മരിക്കുമെന്നൊരു ചിന്തകൾ കൊണ്ട് നിന്റെ മനസ്സ് മുഴുവൻ നിറയപ്പെടുന്നുവെങ്കിൽ ആ മരണത്തെ അതിജീവിക്കുന്ന പ്രത്യാശ തരുവാൻ യേശു ഇന്ന് രാത്രി തന്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. മരണത്തിനപ്പുറം മനുഷ്യനും മറ്റൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ പത്രോസ് പറഞ്ഞ കാര്യം ഞങ്ങൾ ഇവിടെ അടിവരയിട്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പിശാചിന്റെ കരാള ഹസ്തങ്ങളിൽ രക്ഷപ്പെടുവാൻ യേശുവല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞവനാണ് ഞങ്ങൾ.